നീ എൻ്റെ ഓഫീസിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് പോവാ. എടാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള വിഷയം തികച്ചും പേഴ്സണലാ. അത് ഓഫീസിലിരുന്നോ വീട്ടിലിരുന്നോ സംസാരിക്കാൻ പറ്റില്ല. എന്നിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ, നമ്മുടെ സ്ഥിരം ഏരിയ ഇല്ലേ, നീ അങ്ങോട്ട് വാ. ആ, ഓക്കെടാ. എന്താ വിവേക്, എന്നോട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? വീട്ടിലോ ഓഫീസിലോ വെച്ച് പറയാൻ പറ്റിയൊരു കാര്യമല്ല, അതുകൊണ്ടാ. എനിക്ക് പറയാനുള്ളത് നിന്റെ ഭാര്യയെക്കുറിച്ചാ, ശ്യാമയെ പറ്റി. എന്താ വിവേക്, നീ കാര്യം തുറന്നു പറ. നിന്റെ ഭാര്യ ആരാണെന്ന് നിനക്കറിയോ അഖിലേ? അവള് ലോകം മുഴുവനും അറിയപ്പെടേണ്ട ഒരു കുട്ടിയാ. തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി. എടാ, നീ കാര്യം എന്താന്ന് വ്യക്തമായി തെളിച്ചു പറ. അഖിലേ, നിന്റെ ഭാര്യ ശ്യാമ അപാരമായ സർഗസിദ്ധിയുള്ള ഒരു പാട്ടുകാരിയാ. അതിമനോഹരമായിട്ട് പാടുന്ന ഇതുപോലെ മറ്റൊരു ഗായികയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണം. പാവ ശ്യാമ, അവള് വല്ലാത്തൊരു ട്രാപ്പിലാ. ഞാൻ ശ്യാമയ്ക്ക് വാക്ക് കൊടുത്തതാണ് ആരോടും ഈ കാര്യം പറയില്ലെന്ന്. നിന്നോട് ഞാനിത് പറയുന്നത് ശ്യാമയ്ക്ക് വേണ്ടിയാ. ആ പാവം ആകെ പേടിച്ചിരിക്കുക. നിന്നെ അവൾക്ക് പേടി. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നോട് അവള് പലവട്ടം നുണ പറഞ്ഞതിന്റെ പേടി. നുണയോ? അതെ അഖിലേ, ആ അരുന്ധതിയും മകള് വിസ്മയും ഈ രണ്ട് ഫ്രോഡുകളും ചേർന്ന് ശ്യാമയെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. ട്രാപ്പോ? അതെ, വിസ്മയ പാട്ടുകാരിയല്ല. അവൾക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാ. അവളെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിച്ചേ പറ്റൂ. നിനക്കെന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എടാ, ഇത് ശ്യാമയുടെ അപാരമായ കഴിവിലുള്ള അമ്പരപ്പും അത്ഭുതവും കൊണ്ടാണ്. എനിക്ക് നീ പറഞ്ഞ കാര്യത്തില് നേരത്തെ സംശയമുണ്ടായിരുന്നു. കാരണം ശ്യാമയുടെ അച്ഛനും സഹോദരനൊക്കെ സംഗീതജ്ഞരാ. പിന്നെ ശ്യാമയ്ക്ക് എന്തുകൊണ്ട് സംഗീതവാസന കിട്ടിയില്ലെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. നീ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കാം. പക്ഷെ നേരിൽ കാണാതെ ഇക്കാര്യം ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണം. ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി മറഞ്ഞു നിന്ന് പാടുന്ന കണ്ടപ്പോ ഞാൻ വാസ്തവത്തിൽ സ്തംഭിച്ചുപോയി. അതാ അതിന്റെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞത് 100% സത്യമായിരിക്കാം. എനിക്കും സംശയമുണ്ട്. പക്ഷെ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് എനിക്ക് നേരിട്ട് കാണണം. എന്നിട്ട് ഞാൻ വിശ്വസിക്കൂ. അഖിൽ, നീ വറീഡാവാതെ ശ്യാമയുടെ ദൈവമായ കൃഷ്ണൻ തന്നെ എനിക്കത് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കി തരും. ഇതാ ഫ്രോഡാ. ആര്? ഗാനഭൂഷണം GS അരുന്ധതി. ഇവർക്ക് ഞാൻ കൊടുക്കുന്ന പാര പാൽപ്പായസത്തിലല്ല, നല്ല ഒന്നാന്തരം ഗുലാബ് ജാമിലായിരിക്കും. നീ നോക്കിക്കോ. എന്റെ പെർഫോമൻസ് നീ ശ്രദ്ധിച്ചോണേ. ഹായ് മമ്മി. മോനെ വിവേക്, കല്യാണ തീയതിയും മുഹൂർത്തവും കുറിപ്പിച്ചു. ഓ, വെരി ഗുഡ്. എന്നാണ്? ഒക്ടോബർ 10. ഓ, കൊള്ളാലോ. ഇൻവിറ്റേഷൻസ് അടിക്കണം. അതിന് മോന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പേരുകളും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ മെസ്സേജ് ആയിട്ട് അയക്കണം. അയക്കാം മമ്മി. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം. ഏത് മണ്ഡപം വേണം മോനെ? ഡാഫോഡിൽ ഇന്റർനാഷണൽ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് എത്ര ലക്ഷം രൂപയാ റെന്റ്? അത് മോൻ അറിയാമോ?
അതൊക്കെ അറിയാം. പക്ഷെ അത് തന്നെ വേണമെന്നാ എന്റെ ഡാഡിയുടെ ഒപ്പീനിയൻ. ആ എന്നാ ആയിക്കോട്ടെ. എല്ലാം വളരെ റോയൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. അതിന് കുഴപ്പമില്ല. കോടികൾ മുടക്കിയാലും എനിക്ക് പ്രശ്നമില്ല. അതെ, എനിക്ക് ഒറ്റ മോളല്ലേ. അപ്പൊ ശരി മമ്മി. എന്നെ അക്ഷരം പ്രതി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും നിന്റെ ശ്യാമെ ട്രാപ്പിൽ പെടുത്തിയതിനും ഞാൻ ഇഞ്ചിഞ്ചായി അവരോട് പകരം ചോദിക്കും. നീ കണ്ടോ? അപ്പൊ ശരിടാ. ഏടത്തി എന്നോട് ക്ഷമിക്കണം. ഏടത്തി വന്ന ആ കാര്യം പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യത്തിന്റെ ടെൻഷനിലായിരുന്നു. എനിക്കിത് തോന്നി. ഏടത്തി എന്നോട് മാപ്പാക്കണം. മാപ്പൊന്നും പറയണ്ട. എന്തായിരുന്നു ഏടത്തി പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ മോളെ, ആദ്യേട്ടന് ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന്. ഏടത്തി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ ആദ്യേട്ടന്. ഞാൻ വേറൊരു സംശയം വെച്ചൊന്നും പറയുന്നതല്ല. എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി. ഏടത്തി ആദ്യേട്ടനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്നുണ്ടായ സംശയമായിരിക്കും ഇത്. ശ്യാമേ, സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമായിട്ടും പുരുഷന്മാരുടെ വാക്കുകളിലല്ല, അവരുടെ കണ്ണുകളില. എന്റെ ഭർത്താവിന്റെ കണ്ണുകളിലെ നോട്ടമൊന്ന് മാറിയാ എനിക്കത് മനസ്സിലാവും. ഏടത്തി, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ആരെയും സംശയിക്കാൻ പാടില്ല. നമ്മൾ തെറ്റിദ്ധരിച്ച പിന്നീട് അത് സത്യമല്ലാന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒത്തിരി ദുഃഖിക്കേണ്ടി വരില്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് ശരിയായ ധാരണ തന്നെയാ. ഏടത്തി, അതെന്താണെന്നും എന്തുകൊണ്ടാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ അറിയണമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി നേരിട്ട് തന്നെ ചോദിക്കണം. നേരിട്ട് തന്നെ ചോദിക്കാം അല്ലേ? ചോദിക്കണം, എന്നാലല്ലേ നമുക്കറിയാൻ പറ്റൂ. നാളെ രാവിലെ മോളെയും കൊണ്ട് സ്കൂളിൽ ചെന്നിട്ട് ആ സ്ത്രീയുടെ പിന്നാലെ പോണം. എന്നിട്ട് കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചറിയണം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ആ ബാബാ, എന്താ അമൃത വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അത് അമൃതേടത്തിക്ക് വല്ലാത്ത തലവേദന. അത് ഇതുവരെ മാറിയിട്ടില്ല. ഏടത്തി കുറച്ച് റെസ്റ്റ് എടുക്ക്, അപ്പൊ മാറിക്കോളൂ. ശരി, പോട്ടെ മോളെ. എന്താ അമൃത, തലവേദന കുറവില്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കുക, അല്ലെങ്കിൽ പോയൊരു ഡോക്ടറെ കാണാം. തൽക്കാലം ഒന്നും വേണ്ട. അമ്മേ, വിസ്മയ പാട്ടുകാരിയല്ല. അവൾക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാ. വിവേക് എന്നോട് പറഞ്ഞതൊക്കെ വാസ്തവമാണോ? എങ്ങനെയെങ്കിലും ശ്യാമയുടെ മനസ്സറിയണം. അത് വളരെ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയെടുക്കണം. വിവേക് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ശ്യാമയെ ഈ കുരുക്കിൽ നിന്ന് ഞാൻ രക്ഷിക്കാം. അവളൊരു പാവമായതുകൊണ്ട് അകപ്പെട്ടു പോയതാ. ആദ്യം ഇത് സത്യമാണോ എന്നറിയണം.
എന്റെ ശ്യാമയെ ഞാൻ രക്ഷിച്ചിരിക്കും. ഹായ് അനുക്കുട്ടി. ഹായ് ഇളയച്ചാ. ഇളയച്ച വന്നേ, ഇളയച്ച വന്നേ. അതിനെന്തിനാ ഇങ്ങനെ വിളിച്ചു കൂന്നേ? ഇളയച്ചൻ വന്ന കാര്യം എല്ലാവരും അറിയണ്ടേ? ഓ അതിനാണോ? അതിന് ഞാൻ അന്യനൊന്നും അല്ലല്ലോ, ഇവിടുത്തെ ആള് തന്നെയല്ലേ. പിന്നെ ഇളയച്ചൻ അനുക്കുട്ടിക്ക് ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇളയച്ചാ? ആ എന്റെ ചക്കരക്കുട്ടിക്ക് ഇളയച്ചൻ തരാന്നേ. എന്താ ഇളയച്ച എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നേ? ഇതെന്റെ അനുക്കുട്ടിക്ക് ചോക്ലേറ്റ്. ഹായ്, അനുക്കുട്ടിക്ക് ഇഷ്ടമുള്ള മുട്ടായിയാ. താങ്ക് യു ഇളയച്ചാ. ഇനി എന്താ എന്റെ പൊന്നുമോക്ക് വേണ്ടത്? ഇനിയിപ്പോ ഒന്നും വേണ്ട. വേണം. അനുക്കുട്ടിക്ക് പാട്ട് ഇഷ്ടമല്ലേ? ആ, പാട്ട് അനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാ. ഇഷ്ടമാണോ? ഇഷ്ടാണ്. ആ എങ്കിൽ മുകളിൽ ചെന്ന് ശ്യാമ ആന്റിയോട് ഒരു പാട്ട് പാടി തരാൻ പറയണം. എഗ്രീഡ്? പറയാം. ശ്യാമ ആന്റി പക്ഷെ പാടില്ലെന്നൊക്കെ പറയും. പക്ഷെ മോള് നിർബന്ധിച്ച് പാടിപ്പിക്കണം. ഞാൻ പാടിപ്പിക്കാം. അനുക്കുട്ടി പറഞ്ഞാലേ ശ്യാമാന്റി കേക്കും. പക്ഷേ ഇളയച്ചൻ പറഞ്ഞെന്ന് മാത്രം മോള് ശ്യാമ ആന്റിയോട് പറയരുത്. അതെന്താ പറഞ്ഞാല്? അതൊക്കെ ഉണ്ട്, അതൊരു സർപ്രൈസാ മോളെ. ശരി, പറയുന്നില്ല. ആ ശരി ശരി. അപ്പോ ഇളയച്ച അങ്ങോട്ട് വരുന്നില്ലേ? ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ ഇപ്പൊ അങ്ങോട്ട് വന്നാല്? ഇപ്പൊ ഇളയച്ചൻ അങ്ങോട്ട് വന്നാലേ ശ്യാമ ആന്റി പാടില്ല. ഓ അങ്ങനെയാണോ? ആ അതെ അങ്ങനെയാ. എന്നാ മോള് വേഗം ചെല്ല്. മോളെ ശ്യാമ ആന്റിയെ കൊണ്ട് ഉറപ്പായിട്ട് മോള് പാടിപ്പിക്കണം കേട്ടോ. പാടിപ്പിക്കാം. വേഗം ചെല്ല് ചെല്ല്. ശ്യാമാന്റി വാ ഇരിക്ക്. ആഹാ, രാത്രിക്ക് ചോക്ലേറ്റ് ആണോ കഴിക്കുന്നത്? ശ്യാമാന്റി എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? താഴോട്ട് വരാത്തെന്താ? രാത്രിയായില്ലേ മോളെ, അതുകൊണ്ട്. അല്ല, മോള് നാളേക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ? ഹോംവർക്ക് ഒക്കെ ചെയ്തോ? എല്ലാം ചെയ്തു കഴിഞ്ഞു. മിടുക്കി. ശ്യാമാന്റി പറ. ശ്യാമാന്റിക്ക് പാടാൻ അറിയാവോ? പാടാനോ? എനിക്കോ? എനിക്ക് പാടാനൊന്നും അറിയില്ലല്ലോ. നിന്നോട് ആരാ പറഞ്ഞ ശ്യാമാന്റി പാടൂന്ന്? അല്ല, ആരും പറഞ്ഞല്ല. അനുക്കുട്ടിക്ക് തോന്നി ശ്യാമാന്റി പാടൂന്ന്. ഞാനൊന്നും പാടില്ല. പാട്ടറിയാത്തവരൊക്കെ പാടുന്നുണ്ടല്ലോ. എന്റെ ശ്യാമാന്റി അനുക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരണം. മോളെ, ഈ പാടാൻ അറിയാൻ മേലാത്തൊരു പാടിയാലേ കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അനുക്കുട്ടിക്ക് ഇഷ്ടപ്പെടും. ശ്യാമാന്റി പാടണം. അനുക്കുട്ടിക്ക് ശ്യാമാന്റി ഒരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ കഥ പറഞ്ഞുതരാം. അതൊന്നും വേണ്ട. എങ്കിൽ കുറുക്കന്റെ മുയലിന്റെ കഥ പറഞ്ഞുതരാം. അതും വേണ്ട. എനിക്ക് ശ്യാമാന്റിയുടെ ഒരു പാട്ട് കേട്ടാ മതി. ശ്യാമാന്റി പാടിയേ പറ്റൂ.
ദേ ശ്യാമാൻറ്റി പാടിയില്ലെങ്കിലേ ഞാൻ ശ്യാമാൻറ്റിയുടെ അടുത്ത് മിണ്ടൂല, പിണക്കോ. ശരി, പാടാൻ പറ്റുമോന്ന് ശ്യാമാൻറ്റി ഒന്ന് നോക്കട്ടെ. അഖി, എന്തിനാ ഇവിടെ പരിങ്ങി നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടല്ലേ, എന്തിനാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേന്ന്? അതൊക്കെ ഈടത്തി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനെന്താ ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചത്? സ്വന്തം റൂമിന്റെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയി. അതാണോ ആവശ്യമില്ലാത്ത കാര്യം? എന്താ ശബ്ദം കേൾക്കണേ? എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ, എന്താ? അല്ല, ഐശ്വര്യടുത്ത് എന്തിനാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ രഹസ്യമൊന്നും കണ്ടുപിടിക്കാൻ വന്നതല്ല. ഞാൻ കേറി വരുമ്പോ ഈ മുറിക്ക് പുറത്ത് നിന്റെ ഭർത്താവ് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അത് കണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയി. അതിനാ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്. ഏടത്തിയോട് എന്ത് പറഞ്ഞാലും അത് അവസാനം വഴക്കിലേ തീരൂ. വാശാമേ, അനുമോളെ, മോൾ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ. ശമേ, എന്താ ഇന്റർവ്യൂവിന് പോയിട്ട് ആ ജോലി കിട്ടിയോ? CV അയച്ചു കൊടുത്ത സമയം മുതലേ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. കുറച്ച് വിശ്വസിച്ച് തന്നെയാ പോയതും. അയ്യോ, അപ്പൊ കിട്ടിയില്ലല്ലേ? ഈ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരികെ വന്നു. അതങ്ങ് തുറന്നു പറഞ്ഞാ പോരെ. അതിന് CV EV എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊന്നേ ഒരുത്തരും ഒരു ജോലിയും തരില്ല. നിങ്ങളുടെ ഈ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അഹങ്കാരിയാണെന്ന്. ഈ ഇന്റർവ്യൂവിന് വിളിക്കുന്നവര് അടിക്കാതെ വിട്ടത് തന്നെ മഹാഭാഗ്യം. ജയന്തി, ഞാൻ വല്ലാതെ മനപ്രയാസപ്പെട്ടാ കയറി വന്നിരിക്കുന്നത്. എന്നോട് വെറുതെ വഴക്കിന് വരരുത്. എടീ, നമ്മൾ തമ്മിൽ വഴക്കിട്ട് എന്തിനാ വെറുതെ വീട്ടുകാരുടെ മനസമാധാനം കൂടി കളയുന്നേ? എനിക്ക് മനസ്സമാധാനം ഇല്ല. എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് കുറെ കാശ് കിട്ടിയേ പറ്റൂ. 100,000 ആവശ്യങ്ങളുള്ളതാ. പിന്നെ എന്റെ പിടലിക്ക് കുരുക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നവരോടല്ലാതെ മറ്റാരോട് ചോദിക്കാനാ? 10 രൂപയ്ക്ക് പ്രയോജനം ഇല്ലാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മൂത്ത ആളായിട്ട് നിൽക്കുന്നേ? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ എന്റെ ആവശ്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാനും തല്ലാനും ഒക്കെ വരുന്നേ? ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ? അതൊക്കെ ഒരു ഭാര്യയുടെ അവകാശമല്ലേ? എന്താ മോനെ, എന്താ ഇവിടെ പ്രശ്നം? ദേ വന്നല്ലേ സമാധാന ദൂതുകാര്. എനിക്ക് എന്റെ ഭർത്താവിനോട് എന്റെ ആവശ്യങ്ങളൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ കേറി വന്നോളും. എന്റെ അച്ഛനോടും അമ്മയോടും നീ ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ,